അമേരിക്കൻ വസ്തുക്കൾക്കും അതുപോലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും ഇസ്രയേലിൻ്റെ വസ്തുക്കൾക്കും സൈനിക താവളങ്ങൾക്കുമെതിരെ തങ്ങൾ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഭീഷണി വന്നിട്ടുണ്ട്. ഇപ്പോൾ ജോർദാനിൽ ഇറാൻ ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അല്പം മുമ്പ് നമുക്ക് ലഭിച്ച ദൃശ്യമാണ് ഇത് പ്രേക്ഷകർ കാണുന്നത്. സമയം ഒരുപാട് രാജ്യങ്ങളെ ആക്രമിക്കേണ്ട ഭാരിച്ച ബാധ്യതയാണ് ഇറാൻ ഇപ്പോൾ ഉള്ളത്. കാര്യം അവരവിടെ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയത് ഇസ്രയേലും അമേരിക്കയുമാണെങ്കിലും ഒക്കെ ലക്ഷ്യമാക്കിയിട്ടാണ് കൂടുതലും ഇപ്പോൾ ഇറാൻ ആക്രമണം തുടരുന്നത്. എന്നാൽ ഈ പ്രഭാതത്തിൽ ഒക്കെ ശാന്തമാണ്. ബഹ്റൈനിലും നിന്ന് ശാന്തമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഖത്തറിലും ജനജീവിതം സാധാരണ നിലയിലാണ്. പ്രത്യേകിച്ച് ഇന്നൊരു ഞായറാഴ്ചയാണ്. ഗൾഫ് നാടുകളിലൊക്കെ അവധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രവാസി നമ്മോട് പറഞ്ഞത് ഒരു ബന്ദിൻ്റെ പ്രതീതി മാത്രമേ ബഹ്റൈനിലുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ആശങ്ക പക്ഷേ അവസാനിക്കുന്നില്ല. ഇനി എന്ത് എന്നുള്ള ചോദ്യമുണ്ട്. കാര്യം ഗൾഫ് നാടുകൾ ഉണ്ടാക്കുന്ന ഓരോ സംഭവത്തിനും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും വലിയ പ്രതിഫലങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് ഗൾഫിലേക്ക് പോയ പ്രവാസികളുടെ കുടുംബത്തിനൊക്കെ നേരിയ ആശങ്കയുണ്ട്. എന്നാൽ കാര്യമായി അപകടപ്പെടുത്തുന്ന വാർത്തകളൊന്നും വരുന്നില്ല ഈ മണിക്കൂറിൽ എന്നുള്ളതും നമ്മളെ നേരിയ രീതിയിൽ ആശ്വാസം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.